ഒരു യാത്രക്കിടയിൽ കണ്ട ഒരാൾക്കൂട്ടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. എന്താണ് ഇവിടെ എത്ര കൂട്ടമെന്ന് നോക്കി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് വൈകുന്നേരത്തെ ചായ കുടിയും ലഘുഭക്ഷണത്തിൻ്റെയും തിരക്കാണിത്. എന്തായാലും ഞങ്ങളും അവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. കൂടെ വന്ന പയ്യൻ ചായ കുടിക്കില്ല, അപ്പോൾ അവനൊരു ജ്യൂസ്. കടയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ നാട്ടിൽ നിന്ന് വാഴയ്ക്കപ്പവും ഉണ്ടമ്പരിയും സൂര്യനും പരിപ്പുവടയൊക്കെ നാട് കടത്തപ്പെട്ടിരിക്കുന്നു. കടയിൽ മൊത്തം സാൻഡ്വിച്ചും അതുപോലുള്ള ഐറ്റങ്ങളാണ്. നമ്മൾ അറേബ്യൻ രാജ്യങ്ങളിൽ പോലും കാണാത്ത അറേബ്യൻ ഫുഡുകളെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്തു നോക്കി അതിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ചു. കടയുടെ നടയിൽ നിൽക്കുന്നതിൽ 95% യുവാക്കളും യുവതികളുമാണ്. ഞാനൊരിക്കൽ തായ്ലൻഡിൽ പോയപ്പോഴാണ് ഈ ഒരു അനുഭവം എനിക്കുണ്ടായത്. നമ്മളെന്തായാലും തായ്ലൻഡിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്നതിൻ്റെ ഒരു പ്രതിവിധിയാണ് ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവപ്പെടുന്നത്. തായ്ലൻഡിലും സിംഗപ്പൂരിലും ചൈനയിലും ഒക്കെ നമ്മൾ ടൂർ പോയിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ തെരുവിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇതേപോലൊരു ഫീലിങ്സാണ് നമുക്കുണ്ടാകുന്നത്. ഇതേ സെറ്റപ്പിലാണ് അവരുടെയൊക്കെ ഉള്ള തട്ടുകടകൾ. തായ്ലൻഡിലും ചൈനയിലും ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ വാഴയ്ക്കപ്പവും കുണ്ടമ്പൊരിയും സുഖിയനും ഒക്കെ വച്ചിരിക്കും പോലെ പാറ്റ വറുത്തതും പണ്ട് വറുത്തതും ഞണ്ട് വറുത്തതും തവള വറുത്തതും ഒക്കെയാണ് വച്ചിരിക്കുന്നത്. എന്തായാലും എൻ്റെ മനസ്സിലെ ആ ഒരു ഫീലിങ്സ് പെട്ടെന്ന് ഓടിയെത്തി. നമ്മുടെ പ്രദേശങ്ങളിലെ കടകളൊക്കെ ഇത്രയും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആകുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. കടകളിൽ നിൽക്കുന്ന പയ്യന്മാരും ഒക്കെ നല്ല ഹാപ്പിയാണ്. അവരെല്ലാം നല്ല രീതിയിലാണ് സഹകരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ മറുപടി പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ കണ്ണാടി പെട്ടിക്കകത്തുള്ള ഉണ്ടമ്പൊരിക്കകത്തൊക്കെ ഈച്ചകളെല്ലാം വളഞ്ഞിരിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തി. ഈ പ്രദേശത്തൊന്നും അതുപോലുള്ള ഒരു പെട്ടിക്കട തന്നെ കാണാനില്ല. പരിസരം മുഴുവനും വലിയ വലിയ ഫ്ലാറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നവരിൽ കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികളും വിദേശികളുമായി തോന്നി. ഇവിടെ അടുത്താണ് ടെക്നോ പാർക്കും മെഡിക്കൽ കോളേജുമൊക്കെ. മെഡിക്കൽ കോളേജിൽ പഠിക്കാമെന്ന വിദ്യാർത്ഥികളും ടെക്നോ പാർക്കിലെ തൊഴിലാളികളുമൊക്കെ ആകാം എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. മലയാളം സംസാരിക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ടാണ് തായ്ലൻഡിലെ വൈകുന്നേരത്തെ യാത്ര പോലെ തോന്നിയത്. പിന്നെ വേറൊരു സത്യം, തായ്ലൻഡിൽ പോയി ചായ കുടിക്കാൻ കറങ്ങിയാൽ നടക്കില്ല. ജ്യൂസുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഞാനെന്തായാലും ഒരു ചായ വാങ്ങി ക്യാമറ എടുക്കുന്ന പയ്യനൊരു ജ്യൂസ് മേടിച്ച് കൊടുത്ത് അവിടെ എല്ലാം നടന്ന് കണ്ടു. എല്ലാത്തിൻ്റെയും വിലയും ഒക്കെ ഒന്ന് തിരക്കി. എല്ലാ കടയിലും ഗ്ലാസ്സിനകത്ത് നാരങ്ങ വെള്ളം പോലെ പുതിനയിലൊക്കെ ഇട്ട് പല ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വച്ചിട്ടുണ്ട്, പല കളറിൽ. ഞാൻ എന്തായാലും എടുത്ത് എല്ലാത്തിൻ്റെയും സൗന്ദര്യമൊക്കെ ഒന്ന് നോക്കി. വിലയൊന്നും വലിയ കൂടുതലായി തോന്നിയില്ല. കാരണം ഇപ്പോഴത്തെ രീതികളനുസരിച്ച് നോക്കുമ്പോൾ അത്രയും വിലയൊക്കെ കൊടുക്കേണ്ടതുണ്ട്. തൊഴിലാളികളുടെ ശമ്പളവും ഈ പ്രദേശത്തിന് കട കിട്ടാനുള്ള ബുദ്ധിമുട്ടും വാടകയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അവർ പറയുന്ന വിലയൊന്നും വലിയ കൂടുതലായി തോന്നിയില്ല. ക്യാഷ് മൊത്തം ഇപ്പോൾ ഗൂഗിൾ പേ ആണ്. എന്നോടും ചോദിച്ചു, അങ്കിളെ ഗൂഗിൾ പേ ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല മോനെ എന്ന്. അടുത്ത് നോക്കിയപ്പോൾ കാണാൻ നല്ല ക്വാണ്ടിറ്റിയിലൊരു ഷവർമ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിഞ്ഞരിഞ്ഞ് കൊടുക്കുകയാണ്. എനിക്ക് ഒരെണ്ണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ വേടനെതിരെ സംസാരിച്ച മധുവണ്ണം പറഞ്ഞില്ലേ ഷവർമയാണെന്ന് പറഞ്ഞതുകൊണ്ട് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. എന്തായാലും വില തിരക്കി 110 രൂപയേ ഉള്ളൂ ഒരെണ്ണത്തിന്. ഈ കടയിലെ പയ്യനോട് ഞാൻ കാര്യങ്ങൾ തിരക്കി. ഞാൻ ചിന്തിച്ചത് വളരെ സത്യം തന്നെയാണ്. കൂടുതൽ പേരും അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ്. ഈ സ്ഥലം തിരുവനന്തപുരം കവടിയാർ ജംഗ്ഷനിൽ നിന്നും കുറവങ്കോണത്തേക്ക് പോകുമ്പോൾ മുത്തുറ്റി ഫ്ലാറ്റിൻ്റെ നടയിലാണ് ഉള്ളത്. വൈകുന്നേരം ചാറ്റ മഴയിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടു. എന്തായാലും പിന്നെ അവിടെ ഇറങ്ങി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. 10 രൂപയാണ് ചായ.